എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ICC ചാമ്പ്യൻസ് ട്രോഫിയിലെ ഗ്രൂപ്പ് എയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ ന്യൂസിലൻഡിനെ നേരിടാൻ പോവുകയാണ്. ബംഗ്ലാദേശിനെയും പാകിസ്ഥാനെയും തോൽപ്പിച്ച ഇന്ത്യക്ക് ന്യൂസിലൻഡിനെ കീഴ്പ്പെടുത്തുകയെന്നത് അല്പം പ്രയാസമാവും. കിവീസ് ശക്തമായ താരനിരയാണ്. അതുകൊണ്ടുതന്നെ ഇന്ത്യക്ക് എളുപ്പത്തിൽ ജയിക്കാൻ സാധിക്കില്ലെന്നുറപ്പാണ്. ഗ്രൂപ്പ് ചാമ്പ്യന്മാരെ നിശ്ചയിക്കുന്ന പോരാട്ടമാണ് വരാനിരിക്കുന്നത്. പാകിസ്ഥാനെതിരായ മത്സരത്തിനിടെ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയ്ക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുണ്ടായിരുന്നു. അതുകൊണ്ടുതന്നെ ന്യൂസിലൻഡിനെതിരായ മത്സരം രോഹിത്തിന് നഷ്ടമായേക്കുമെന്നും നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇന്ത്യക്ക് ആശ്വാസമാകുന്ന വാർത്ത പുറത്തുവരികയാണ്. രോഹിത് ശർമ്മ ന്യൂസിലൻഡിനെതിരെ കളിക്കുമെന്നാണ് ഇന്ത്യൻ ടീമിലെ സഹതാരമായ KL രാഹുൽ സൂചന നൽകിയിരിക്കുന്നത്. മുഹമ്മദ് ഷമിയും രോഹിത് ശർമ്മയും പരിക്കിന്റെ പിടിയിലല്ലെന്നും തനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലെന്നുമാണ് രാഹുൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ പ്രതികരിച്ചത്. ഇന്ത്യയുടെ ആദ്യഘട്ട പരിശീലന സെക്ഷനിൽ രോഹിത് ശർമ്മ പങ്കെടുത്തിരുന്നില്ല. ഇതോടെ രോഹിത് കിവീസിനെതിരെ കളിച്ചേക്കില്ല എന്ന അഭ്യൂഹമാണ് ശക്തമായത്. എന്നാൽ രണ്ടാമത് പരിശീലന സെക്ഷനിൽ രോഹിത് പങ്കെടുത്തു. രോഹിത്തിന് നെറ്റ്സിൽ പന്തെറിയാൻ മുഹമ്മദ് ഷമിയും അർഷ്ദീപ് സിംഗും ഉണ്ടായിരുന്നു. ത്രോ സ്പെഷ്യലിസ്റ്റിനൊപ്പവും രോഹിത് ഏറെ നേരം പരിശീലനം നടത്തി. ഇതിൽ നിന്ന് രോഹിത് ഫിറ്റ്നസ് വീണ്ടെടുത്തുവെന്ന് തന്നെ പ്രതീക്ഷിക്കാം. രോഹിത് ശർമ്മയുടെ പ്രകടനം ആദ്യ രണ്ട് മത്സരത്തിലെ ഇന്ത്യയുടെ ജയത്തിൽ വളരെ നിർണായകമായിരുന്നു. അതുകൊണ്ടുതന്നെ രോഹിത്തിന്റെ അഭാവമുണ്ടായാൽ അത് ഇന്ത്യയെ പ്രതികൂലമായി ബാധിക്കാനാണ് സാധ്യത. ബംഗ്ലാദേശിനെതിരെയും പാകിസ്ഥാനെതിരെയും ഇന്ത്യ ഒരേ പ്ലേയിംഗ് 11നെയാണ് കളിപ്പിച്ചത്. രണ്ട് മത്സരത്തിലും വിക്കറ്റ് കീപ്പറായി KL രാഹുൽ കളിച്ചപ്പോൾ ഋഷഭ് പന്തിന് ഇന്ത്യയുടെ പ്ലേയിംഗ് 11ൽ സ്ഥാനം ലഭിച്ചിരുന്നില്ല. ന്യൂസിലൻഡിനെതിരെയും രാഹുൽ തന്നെ കീപ്പറാവുമെന്നാണ് റിപ്പോർട്ട്. അങ്ങനെ വരുമ്പോൾ ഋഷഭ് പന്തിന് വീണ്ടും പുറത്തിരിക്കേണ്ടി വരും. ഇന്ത്യ നിലവിലെ വിജയ കൂട്ടുകെട്ടിന് നിലനിർത്തി മുന്നോട്ട് പോകുമെന്ന നിർണായക സൂചനയും രാഹുൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നിലവിലെ ഇന്ത്യയുടെ വിജയ കൂട്ടുകെട്ട് പൊളിക്കാൻ ടീം ആഗ്രഹിക്കുന്നില്ല. മികച്ച വിജയം തുടരാനാവുമെന്ന പ്രതീക്ഷയും രാഹുൽ പങ്കുവച്ചു. അതേസമയം ഇന്ത്യക്ക് ഗ്രൂപ്പിൽ തലപ്പത്തെത്തിയാൽ തിരിച്ചടിയായേക്കും. കാരണം ഓസ്ട്രേലിയ ഗ്രൂപ്പ് ബിയിൽ രണ്ടാം സ്ഥാനക്കാരാവാനാണ് സാധ്യത. അങ്ങനെ വന്നാൽ ന്യൂസിലൻഡിനെ തോൽപ്പിച്ച് ഇന്ത്യ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാൽ സെമിയിൽ എതിരാളികളായി ഓസ്ട്രേലിയ എത്തും. ഇത് ഇന്ത്യക്ക് വലിയ തലവേദന സൃഷ്ടിച്ചേക്കും. അതുകൊണ്ടുതന്നെ നാളെ ഇന്ത്യ ജയിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. ഇനി നാളത്തെ ഇന്ത്യയുടെ പ്ലേയിംഗ് 11 പരിശോധിച്ചാൽ രോഹിത് ശർമ്മ, ശുഭ്മാൻ ഗിൽ, വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, അക്ഷർ പട്ടേൽ, KL രാഹുൽ, ഹാർദിക് പാണ്ഡ്യ, രവീന്ദ്ര ജഡേജ, കുൽദീപ് യാദവ്, മുഹമ്മദ് ഷമി, ഹർഷിത് റാണ. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.